മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ മത്സരം നടന്നിരുന്നത്. നല്ലൊരു കളിയായിരുന്നു. രാജസ്ഥാൻ 6 റണ്ണിന്റെ ജയമാണ് ജയിച്ചിരിക്കുന്നത്. കളിയുടെ വിശദവിവരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്റ്റനായ റിയാൻ പരാഗ് ടോസ് ജയിച്ചിട്ട് ബാറ്റിംഗ് എടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ നല്ലൊരു പാർട്ണർഷിപ്പാണ് രണ്ടുപേരും തമ്മിൽ, ജയ്സ്വാളും കൂടാതെ തന്നെ വൈഭവ് സൂര്യവാൻഷിയും തമ്മിൽ ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കൂടി തന്നെ നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു തുടക്കം അവർക്ക് നേടാൻ സാധിച്ചിരുന്നു. ഇരുവരും കൂടി 70 റണ്ണ് പാർട്ണർഷിപ്പാണ് വന്നിരുന്നത്. സൂര്യവാൻഷി 18 ബോളിൽ 31 കൂടാതെ തന്നെ യശസ്വി ജയ്സ്വാളിന്റെ ഒരു 50 കൂടെ വന്നു. പിന്നെ വന്ന ധ്രുവ് ജുറേൽ അദ്ദേഹം മുട്ടി നിന്നു. തുടക്കത്തിൽ 19 പന്തിൽ അദ്ദേഹം 20 ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ 42 പന്തിൽ 75. പിന്നെ വന്ന ഹെഡ്മേൻ നല്ലൊരു 6ഉം 4 അടിച്ചു. എന്നാൽ 8 ബോളിൽ 18. റിയാൻ പരാഗ് വന്ന ബോളിൽ 6 അടിച്ചു. എന്നാൽ തന്നെ അദ്ദേഹം 4 ബോളിൽ 8 റൺ എടുത്ത് പോവുകയായിരുന്നു. ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ അവർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 20 ഓവറിൽ എടുത്തിരിക്കുന്നത്. ടോപ്പ് സ്കോററായി ധ്രുവ് ജുറേലും. നല്ലൊരു തുടക്കമാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഗുജറാത്തിന്റെ ബാറ്റിംഗിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് നല്ലൊരു തുടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുമാർ കുർഷകാരും കൂടാതെ തന്നെ സായ് സുദർശനും കൂടി 78 പാർട്ണർഷിപ്പാണ് ഉണ്ടായത്. ഗില്ലിന്റെ അഭാവത്തിൽ കുമാർ കുർഷായാണ് ഇന്നലെ ഓപ്പണിംഗിൽ ഇറങ്ങിയിരുന്നത്, കഴിഞ്ഞ കളി ഇറങ്ങിയിരുന്നത്. സായ് സുദർശൻ ഒരു മികച്ച 73 റൺസ് 44 ബോളിൽ നിന്ന് നല്ലൊരു ഇന്നിംഗ്സ് തുടക്കം കൊള്ളാൻ സാധിച്ചിരുന്നു. കൂടാതെ തന്നെ ജോസ് ബട്ട്ലറിന്റെ 26 റൺസ് അവർക്ക് തുടക്കത്തിൽ അവരുടെ കയ്യിലായിരുന്നു. എന്നാൽ തന്നെ വേഗം വന്ന ബർഗറും കൂടാതെ തന്നെ രവി ബിഷ്ണോയുടെ ഒരു ഓവറിൽ 2 വിക്കറ്റും എല്ലാം കൂടെ ആയപ്പോൾ കളി അവർ തിരിച്ചു കൊടുക്കുകയാണ്. രവി ബിഷ്ണോയുടെ 4 വിക്കറ്റ് ക്രൂഷ്യലായിരുന്നു. അവരൊക്കെ തന്നെ പിന്നെ ആർക്കും അങ്ങനെ കളിക്കാൻ സാധിച്ചില്ല. പിന്നെ വന്ന റബാഡയും റാഷിദ് ഖാനും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. റബാഡ 23, റാഷിദ് ഖാൻ 24 ഔട്ട് ആവുകയായിരുന്നു. അവരെ അവസാനം പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. എന്നാൽ തന്നെ ഒരു 6 റണ്ണിന്റെ തോൽവിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത കളി ഇന്ന് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ